ഈ ഷുഗറുള്ളവരിൽ കാലിൽ ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ അത് പെട്ടെന്ന് പഴുപ്പായി മാറുകയും ആ പഴുപ്പ് പിന്നീട് കാല് മൊത്തം വ്യാപിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. നിലവിൽ ഇന്ത്യയിൽ നമ്മുടെ മുട്ടിന് താഴെ വെച്ച് കാല് മുറിച്ചു മാറ്റുന്ന സർജറി, അതായത് നമ്മൾ ബിലോനി ആംപ്യൂട്ടേഷൻ എന്ന് പറയും. ഇതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് ഡയബറ്റിസ് കൊണ്ട് വരുന്ന കാലിൽ വരുന്ന ഇൻഫെക്ഷൻ ആണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്താ നോക്കിയാൽ ആദ്യം തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. അതായത് ഈ കുറേ കാലമായിട്ട് ഷുഗറുള്ള ആൾക്കാർക്ക് ഈ കാലിലേക്കുള്ള നെർവുകൾക്കൊക്കെ കേടുവരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേദന അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ചെറിയൊരു മുറിവോ പൊള്ളലോ ഉണ്ടായാൽ തന്നെ അവരത് നോട്ടീസ് ചെയ്യുന്നില്ല. ആ മുറിവ് പിന്നീട് വലുതാവുകയും ശരിക്കും പറഞ്ഞാൽ ഇതിൽ പിന്നെ പഴുപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞിട്ടോ ഒക്കെയാണ് അവർ ഈ മുറിവ് കാണുന്നത് തന്നെ. രണ്ടാമത്തെ കാരണം നമ്മുടെ കാലിലേക്കുള്ള രക്തോട്ടം കുറയുന്നതാണ്. നമ്മൾ ഇതിനെ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയും. അതായത് ദീർഘകാലമായി ഷുഗറുള്ള ആൾക്കാരിൽ അത് രക്തക്കുഴലിനെ ബാധിക്കുകയും നമ്മുടെ കാലിൻ്റെ അറ്റത്തേക്ക് ആവശ്യമായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ എത്താതെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഓക്സിജനും വേണ്ട മറ്റ് ന്യൂട്രിയൻസ് ഒന്നും എത്തുന്നില്ല. അത് പിന്നീട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനും കാരണമാകുന്നു. മൂന്നാമത്തെ കാരണം, ഒരു ഷുഗറുള്ള വ്യക്തിക്ക് നോർമൽ വ്യക്തിയെ അപേക്ഷിച്ച് ബോഡിയുടെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മുറിവ് വന്നാൽ തന്നെ അതിൽ ഇൻഫെക്ഷൻ വരികയും അത് പിന്നീട് സ്പ്രെഡ് ആവാനും ചാൻസ് ഉണ്ട്. നാലാമത്തെ കാരണം, ഈ ദീർഘകാലമുള്ള ഷുഗർ കൊണ്ട് അത് നമ്മുടെ നാഡിഞരമ്പിനെ ബാധിക്കുകയും നമ്മുടെ കാൽപാദത്തിൻ്റെ നോർമൽ ആർക്കിടെക്ചർ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വ്യക്തി നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു പോയിന്റിൽ മാത്രം പ്രഷർ കൊടുത്തിട്ടായിരിക്കും നടക്കുന്നത്. അത് പിന്നീട് അവിടെ തഴമ്പാവുകയും അത് പൊട്ടി പിന്നെ അതിലൂടെ ഇൻഫെക്ഷൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഷുഗറുള്ള ഒരാൾക്ക് കാലിൽ പെട്ടെന്ന് പഴുപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലോ ഡയബറ്റിക് ആയ ആൾക്കാരുണ്ടെങ്കിൽ എല്ലാ ദിവസവും അവരുടെ കാലുകളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ചെറിയൊരു മുറിവ് കാണുകയാണെങ്കിൽ തന്നെ അത് അവഗണിക്കാതെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണുക. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ അറിവിനായി ഫോളോ ചെയ്യുക.